ഇത് മാസ് മോട്ടോഴ്സിന്നാണ്, നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. ബ്രേക്ക് ജാം ആവണ കംപ്ലൈൻറ്റും പറഞ്ഞിട്ടാണ് വന്നിരുന്നത്. ബ്രേക്ക് ജാമിങ്ങിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് കംപ്ലൈൻറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്കും ഈ പറഞ്ഞ രീതിക്കുള്ള മാക്സിമം അഡ്ജസ്റ്റിങ് കഴിഞ്ഞാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ബ്രേക്ക് ലൈനറും മാറ്റി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അതിൻ്റെ ബ്രേക്ക് ലൈനറിൻ്റെ അഡ്ജസ്റ്റിംഗ് ആണ് ഈ കാണുന്നത്. മാക്സിമം അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്, അപ്പോൾ ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് ജാമാവുന്ന കേസാണ് പറയുന്നത്. കാരണം ഫ്രണ്ട് ബ്രേക്ക് ചെക്ക് ചെയ്യണ സമയത്ത് ഇതിന് ലൈനർ മാക്സിമം ഉപയോഗിച്ച് തീർന്നെന്നാണ്. കേബിളിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ക്യാമിനും ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു. ബട്ട് ക്യാം അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ബ്രേക്ക് ലൈനർ സെയിം ഇത് തന്നെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് കിട്ടില്ല വീണ്ടും. കാരണം ക്രോസായിട്ട് വരും ഇത്. കാരണം ലൈനറിൻ്റെ പീസ് കണ്ടോ, ഈ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒട്ടുമില്ല പിടിക്കാനായിട്ട് കപ്പിനകത്തിട്ടോ. പിന്നെ ഒരു എസ്കേയുടെ ബ്രാൻഡാണ് കിടക്കുന്നത്, കുറഞ്ഞ ലൈനറാണ് കിടക്കുന്നത് ഫ്രണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ആ ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് ലൈനർ മാറ്റിയിടാം. ബാക്കിലത്തെയും ഈ പറഞ്ഞ രീതിയിൽ മാറ്റിയിടാനായിരിക്കും സേഫ്. അതും ഏകദേശം അതിൻ്റെ 99% ഉപയോഗിച്ച് കഴിഞ്ഞാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട് വീല് നമ്മൾ ചെക്ക് ചെയ്യാനും ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ അഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇവിടുത്തെ ഈ ബുഷൊക്കെ ചെറിയൊരു പ്ലേ ഉണ്ട് കേട്ടോ. അത് ഈ ബുഷിൻ അസംബ്ലിയുടെ ബുഷ്, ലിങ്കിൻ്റെ ബുഷ് കുഴപ്പമില്ല. അത് നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റിയിടാം. ഇത് നല്ല രീതിയിൽ പോയിട്ടുണ്ട് കേട്ടോ, അത്രയും ഓവലാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിടാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് മാറിപ്പോകും. 2 ബ്രേക്ക് ലൈനർ മാറ്റാം, ഗ്രീൻ ബുഷ് മാറ്റി കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് റെഡി ആയിക്കോളും. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. ഈ 2 ബ്രേക്ക് ലൈനറും പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാനുണ്ടോ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒഴിവാക്കേണ്ടി വരും. ബാക്ക് ബ്രേക്ക് തീർന്നാണോ അതിന് വേണ്ടിയിട്ട് പിന്നെ കയറ്റേണ്ടി വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 എസ്റ്റിമേറ്റും കൂടി 2 ലൈനറും പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഇടണത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പ് ചെയ്ത് തരാം. ഓക്കെ.